സംസ്ഥാനത്തെ 20 പാർലമെന്റ് സീറ്റുകളിലെ വോട്ടെണ്ണൽ 36 കേന്ദ്രങ്ങളിലായി നടക്കും. മെയ് 16 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 56 നിരീക്ഷകരെ കൂടാതെ 7500 ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണൽ ജോലികൾക്കായി നിയോഗിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നളിനി നെറ്റോ അറിയിച്ചു. മൊത്തത്തിൽ 140 + 20 160 ഹാളുകളിലായിട്ടാണ് ഈ കൗണ്ടിംഗ് നടക്കുന്നത്. 36 കെട്ടിടങ്ങളിലായിട്ടാണ് ഈ 140 + 20 കൗണ്ടിംഗ് ഹാളുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ കൗണ്ടിങ്ങിന് നേതൃത്വം നൽകാനും സൂപ്പർവൈസ് ചെയ്യാനും ഇലക്ഷൻ കമ്മീഷൻ 56 കൗണ്ടിംഗ് ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു കൗണ്ടിംഗ് ഹാളിൽ 50 സ്റ്റാഫിനെങ്കിലും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 140 കൗണ്ടിംഗ് ഹാളുകളിലും പോസ്റ്റൽ ബാലറ്റിൻ്റെ കൗണ്ടിങ്ങിന് ഉൾപ്പെടെ ഏകദേശം 7500 സ്റ്റാഫിനെയാണ് മൊത്തം കൗണ്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. ഓരോ കേന്ദ്രത്തിലും പോസ്റ്റൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. വരണാധികാരിയായ ജില്ലാ കളക്ടറുടെ ടേബിളിന് മുന്നിലായിരിക്കും പോസ്റ്റൽ വോട്ടുകൾ എണ്ണുക. മെയ് 16 രാവിലെ 8 മണിവരെ ലഭിക്കുന്ന മുഴുവൻ പോസ്റ്റൽ വോട്ടുകളും സ്വീകരിക്കും. ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ വ്യത്യസ്ത മുറികളിലായി ഒരേ സമയം ആരംഭിക്കും. വോട്ടെണ്ണുന്നതിന് ഒരു ഹാളിൽ 15 മേശകൾ വരെ സജ്ജീകരിക്കാം. സ്ഥാനാർത്ഥികൾക്ക് ഓരോ മേശയിലേക്കും ഓരോ കൗണ്ടിംഗ് ഏജന്റുമാരെ നിയോഗിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ പ്രത്യേക വെബ്സൈറ്റ് വഴി പൊതുജനങ്ങൾക്ക് ഫലമറിയാം. മൊബൈൽ ഉപയോഗിക്കുന്നവർക്കായി കേരള ഇലക്ഷൻ ട്രെൻഡ് എന്ന പേരിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും പുറത്തിറക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഓരോ പോളിംഗ് മെഷീനിലെയും വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന നിലയ്ക്ക് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാകും. ഓരോ 30 സെക്കൻഡിലും ഇങ്ങനെ ലീഡ് നില അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഓരോ മണ്ഡലങ്ങളിലും 15 മുതൽ 18 വരെ റൗണ്ട് കൊണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ കഴിയും. 8 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെണ്ണലിന്റെ അന്തിമഫലം 12 മണിയോടെ അറിയാൻ കഴിയുമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൂട്ടൽ. വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ സുരക്ഷയ്ക്കായി 36 പ്ലാറ്റൂൺ കേന്ദ്രസേനയെ വിനിയോഗിച്ചിട്ടുണ്ടെന്നും നളിനി നെറ്റോ അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.